വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, അപ്പോൾ നമ്മളിന്ന് ബാത്റൂമിലൊക്കെ നിന്നാണ് ഫസ്റ്റ് ഇൻട്രോ എടുക്കുന്നത്. തുണി തലക്കിട്ടേക്കുന്നുണ്ടോ, അതൊക്കെ കഴുകാനുള്ള തുണികളാണ്. യെസ്, അപ്പം ഇന്നത്തെ ഒരു പരിപാടി നല്ല രസം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം രാവിലെ. അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി വന്നിട്ട് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിന് പോവാണ്. യെസ്, നാട്ടിൽ പോകാനുള്ള ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ്. അയ്യോ, പൈസ പൊടിയൊന്നും കഴിഞ്ഞു. കാരണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ, അത്യാവശ്യം കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. പെട്ടിയൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. മിഠായി, കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വീട്ടിലേക്കുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇനിയും ഉണ്ട് സാധനങ്ങൾ എടുക്കാൻ. കുപ്പി എടുക്കാണ്ട്, അതുപോലെ ഇനിയും കുറച്ച് മിഠായികൾ വാങ്ങാണ്ട്, അതുപോലെ കുറച്ച് ഡ്രസ്സ് ഇനിയും നോക്കാണ്ട്. ഒന്നും തീർന്നിട്ടില്ല. നാട്ടിൽ പോകുമ്പം ഫസ്റ്റ് ടൈം നാട്ടിൽ പോകുന്നതുകൊണ്ടായിരിക്കും എനിക്ക് അറിയത്തില്ല എന്താ എടുക്കണ്ടേ, എവിടെ എന്താ എടുക്കണ്ടേ എന്നൊക്കെ ഉള്ളത് ചിന്ത. പിന്നെ എപ്പോഴും പോകുമ്പോൾ സമയം കിട്ടാറില്ല. സ്കൂളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചില ദിവസങ്ങളൊക്കെ പോകണം. അപ്പോൾ സമയം കിട്ടില്ല. ആകെ 2-3 മണിക്കൂറേ കിട്ടുള്ളൂ. പിന്നെ എനിക്ക് നഖം ഒന്ന് ശരിയാക്കാണ്ട്. ഇന്നലെ നന്ദൂര് ഗിത്താർ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഗിത്താർ വായിക്കാൻ വേണ്ടി മാത്രം ഞാൻ വളർത്തിക്കൊണ്ടിരുന്ന എൻ്റെ നഖം ഞാൻ വെട്ടി. ഏകദേശം ഈ ഒരു ലെവലിൽ എൻ്റെ നഖം വളർന്നായിരുന്നു. ഞാൻ വെട്ടിക്കളഞ്ഞു. കാരണം ഗിത്താർ വായിക്കാൻ പാടും. ഞങ്ങൾ പണ്ട് ഗിത്താർ പഠിക്കാൻ പോയിട്ടുണ്ട്. ഞാനും 9ൽ ഒരുമിച്ച് പോയിട്ടുണ്ടായിരുന്നു, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് ഗിത്താർ ഇന്നലെ വായിച്ചിട്ടുണ്ട്. ഞാൻ വേണ്ടി ചെറിയ ക്ലിപ്പ് ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ യെസ്, അങ്ങനെ അപ്പോൾ അതിന് വേണ്ട നഖമൊക്കെ വെട്ടി. പക്ഷെ കുഴപ്പമില്ലായിരിക്കും. നെയിൽ എക്സ്റ്റൻഷനൊക്കെ ആയിരിക്കും ഞാൻ വെക്കാൻ നോക്കുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല, അവിടെ പോയി നോക്കണം. ആൻഡ് അതുമൊക്കെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. എങ്ങനെയാണ് റേറ്റ്. ഇവിടെ ഭയങ്കര വില കേട്ടോ നഖം ശരിയാക്കാൻ. എനിക്കറിയില്ല നാട്ടിൽ എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഇവിടെ ഏകദേശം കുഴപ്പമില്ലാത്ത പൈസ ഉണ്ട്. പിന്നെ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെണ്ണിൻ്റെ അടുത്ത് ചോദിച്ചു, അവൾ ഇവിടെ നിന്ന് ചെയ്തതെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു അവിടെ കുഴപ്പമില്ല, കുറച്ചുകൂടി പൈസ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സ്ഥലത്ത് പോകണം. പോയി നോക്കണം. എന്നെ നന്ദു കിടന്ന് ഉറങ്ങുന്നു. രാവിലെ ആയിട്ട് പോകണം. ഇനി റെഡി ആവണം. ഞാൻ എല്ലാ ഡ്രസ്സും എടുത്തു വെച്ചു കേട്ടോ. കാരണം ഇനി രണ്ടാഴ്ച കറക്റ്റ് 2 ആഴ്ച സ്കൂളിൽ പോകണ്ടുള്ളൂ. 2 ആഴ്ച ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാൽ മതി. ഇപ്പം ഹുഡി ആണെങ്കിലും നന്ദുവിൻ്റെ ഹുഡി ഉണ്ട്, പിന്നെ പാൻറ്റുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ബാക്കിയെല്ലാം എടുത്തു വെച്ചു. ഞാൻ അലക്കി ഉണങ്ങി കിട്ടണ്ടേ, അതുകൊണ്ട് ഞാൻ ബാക്കിയെല്ലാം എടുത്തു വെച്ചു. പിന്നെ വീട്ടിൽ കൊണ്ട് ഇടാനുള്ള കുറച്ച് ഡ്രസ്സും പിന്നെ ഇനി ഇന്നർ വെയേഴ്സും മാത്രം എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പാക്കിംഗ് ഗ്ലോ ഒക്കെ ഞാൻ ഓൾറെഡി സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റിൽ ഇതൊന്നും സമയം കിട്ടില്ല എന്ന് എനിക്കറിയാതുകൊണ്ട്. അപ്പോൾ അത് 22-ാം തീയതി റിലീസാവും. 22-ാം തീയതി ഞാൻ ഇവിടെ നിന്ന് നാട്ടിലേക്ക് കയറുന്ന 22-ാം തീയതി 8 മണിക്ക്. ഹോപ്പ് ചെയ്യുന്നു സെറ്റ് ആവും എന്നുള്ളത്. കാരണം സ്കൂൾ കഴിഞ്ഞ് അതേപടിയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. നന്ദു ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം നന്ദു ഇവിടെ നിന്ന് പെട്ടിയൊക്കെ കൊണ്ട് വന്നോളും. എൻ്റെ പ്ലാൻ അങ്ങനെയാണ്. അതായത് നന്ദു അന്ന് ലീവ് എടുക്കാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ അവന് എക്സ്ട്രാ ഒരു ദിവസം പോയതുകൊണ്ട് അന്ന് അവൻ ലീവ് എടുത്തു. അപ്പോൾ നന്ദു എൻ്റെ 3 പെട്ടികളുണ്ട്. മെയിനായിട്ട് എനിക്കന്ന് ക്ലാസ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞിട്ട് പോകണതാണ് ഈ വിഷയം. 23-ാം തീയതി പോയ ഒരു ദിവസം കുറച്ചേ ഇട്ടുള്ളൂ. അതുകൊണ്ട് 22-ാം തീയതി രാത്രിയുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. 8 മണിക്ക് പോയിട്ട് 20-നും കണ്ടാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിച്ചൊക്കെ തരാം കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ സ്കൂൾ എനിക്ക് 1 മണി വരെ ഉണ്ട്. അപ്പോൾ 1 മണി കഴിഞ്ഞ് ഇവിടെ നിന്ന് ട്രാവൽ ഉണ്ട് ഒരു 3.5-4 മണിക്കൂർ. ഇൻ കേസ് എൻ്റെ ഒരു ട്രെയിൻ മിസ്സായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്ലൈറ്റ് പോകും. ആ ഒരു സിറ്റുവേഷനാണ്. കാരണം ഈ ജർമ്മനിയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മനിയിൽ നിന്ന് ട്രെയിൻ കിട്ടി പോകാന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കുള്ള പരിപാടിയാണ്. കാരണം ഞാൻ IC കാര്യം പറഞ്ഞാൽ ബുക്ക് ചെയ്തു. കാരണം 49 വെച്ച് പോകേണ്ട റിസ്ക് എടുക്കണ്ടെന്നുള്ള രീതിയിൽ. പക്ഷേ പ്രശ്നം ക്യാൻസൽ ആയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറ്റിയാലോ ട്രെയിൻ ഇല്ലുണ്ടാവും. അപ്പോൾ അത് ഭയങ്കര പാടാണ്. ഞാൻ നന്ദുവിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം സ്റ്റുട്ട്ഗാർട്ടിന് പോയത് എനിക്ക് എൻ്റെ മോനെ ജർമ്മനി വൃത്തിയിട്ട സ്ഥലമാണ് ട്രെയിനിൻ്റെ കേസ് പറഞ്ഞാൽ. കാരണം ഇത് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസിനായിട്ട് പറഞ്ഞു തന്നെ കേട്ടോ. അതായത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ 2 ദിവസമുള്ളൂ എനിക്ക്. ശനി ഞായർ അവധിയുള്ളൂ. വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ കയറിയേക്കുന്നതാണ്. അപ്പോൾ ശനിയാഴ്ച ഒരു ദിവസം മാത്രമേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഞായറാഴ്ച പിറ്റേ ദിവസം ഞാൻ രാവിലെ തിരിച്ചും കയറും. പിറ്റേ ദിവസം ക്ലാസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ സ്റ്റുട്ട്ഗാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേശം 12.5 മണിക്കൂർ മര്യാദയ്ക്ക് നോക്കിയാൽ പോവാൻ കേട്ടോ. 12 മണിക്കൂർ ഇല്ലെങ്കിലാ അത്യാവശ്യം ഏകദേശം ടൈം എടുക്കും. നമ്മൾ എൻ്റെ നാട്ടിൽ നിന്ന് ഇടുക്കി നമ്മൾ കോഴിക്കോടൊക്കെ പോകുന്ന ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അതിലുണ്ടെന്നോ എനിക്ക് തോന്നുന്നത്. കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കയറി ഇവിടുന്ന് പോയി ഏതോ ഒരു കൊള്ളില്ലാത്ത സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് തീപിടുത്തമായി അതായതായിരുന്നു പറഞ്ഞ് ട്രെയിൻ സ്റ്റോപ്പാക്കി. പിന്നെ ബസ്സിന് പോകണം. ബസ്സിനാണെങ്കിൽ കുറേ ആൾക്കാരുണ്ട്. ആ ട്രെയിനിലുള്ള ആൾക്കാർ മൊത്തം ബസ്സിനാണ് കയറുന്നത്. അങ്ങനെ 3-4 ബസ് പോയ ശേഷമാണ് ബസ് കിട്ടുന്നത്. ആ ബസ്സിൽ ഇരുന്ന് ഫ്രാങ്ക്ഫർട്ട് വരെ അവർ കൊണ്ടുവിട്ടു. അതൊക്കെ ഓക്കെ.
ഫ്രാങ്ക്ഫർട്ട് വരെ പോയി എടുക്കാനായിട്ട് 2 മണിക്കൂർ എനിക്ക് ബസ്സിലെടുത്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ ട്രെയിനില്ല, രാത്രിയായല്ലോ, പിന്നെ എങ്ങനെ പോകും? ഞാൻ ഏതൊക്കെയോ സ്ഥലത്ത് പോയി 3-4 മണിക്കൂർ ഇരിക്കണം. പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ ആയപ്പോൾ ഞാൻ നന്ദുൻ്റെ വീട്ടിലെത്തി. 9 മണിയോ 8 മണിയോ കണ്ടപ്പോൾ നന്ദുൻ്റെ വീട്ടിലെത്തി. അന്നൊരു ദിവസം കടന്നു, പിറ്റേ ദിവസം ഞാൻ തിരിച്ചു വരേണ്ട വന്നു. ഇതാണ് ജർമ്മനിയിലെ ട്രെയിനിൻ്റെ അവസ്ഥ. അല്ലെങ്കിൽ ഞാൻ അന്ന് രാത്രി എത്തേണ്ടതാണ്, വൈകുന്നേരം എത്തേണ്ടായിരുന്നു. ഞാൻ അവൻ്റെ അടുത്ത് പറയാണ്ട് പറഞ്ഞു പോയെ. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ പറയാണ്ടിരിക്കാനും പറ്റിയില്ല. യെസ്, അപ്പോൾ ഒത്തിരി വലിച്ചൊന്നും നീട്ടുന്നില്ല. ഞാൻ വേഗം സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് നിൽക്കുന്നുള്ളൂ. ഇനി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല കേട്ടോ. പിന്നെ എൻ്റെ മുഖത്ത് കുറേ പാടുകൾ വന്നിട്ടുണ്ടോ, എൻ്റെ സ്കിൻ ഡ്രൈ ആയി തുടങ്ങി. ഇതൊന്നും ഞാൻ ആപ്ലിക്കേഷൻ ചെയ്യാറില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ സെറാവി. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ ഒരു ഇപ്പോൾ എനിക്ക് പാടുണ്ട് അത്യാവശ്യം. അപ്പോൾ ഞാൻ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നൈറ്റിൽ ഇത് യൂസ് ചെയ്യണുള്ളൂ ഞാൻ. അപ്പോൾ അത് ഞാൻ നൈറ്റിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ കയ്യിൽ 1 ഡ്രോപ്പ് എടുക്കണുള്ളൂ, എനിക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ആപ്ലിക്കേഷൻ ചെയ്യും. ഇപ്പോൾ കറക്റ്റ്. ഇനി ഞാൻ പയ്യെ പോയി ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാവും. ഏത് ഡ്രസ്സ് ഇടണം എന്നൊക്കെ നോക്കട്ടെ. കാരണം എനിക്ക് പോയിട്ട് ഡ്രസ്സ് വാങ്ങാനുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടി ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണം പോകാൻ, ഊരിയെല്ലാം സെറ്റാക്കാൻ എളുപ്പത്തിന്. അപ്പം ഞാൻ പോയി നോക്കട്ടെ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് എന്താ പറയുക, കൂളായിട്ടുള്ള ഡ്രസ്സ് ഇട്ടേക്കണേ. കൂളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് ഊരാനായിട്ട് എളുപ്പത്തിന്. ഇത് വന്നിട്ട് ഒരു ചെറിയ ടോപ്പാണ്, ഒരു കൈയില്ലാത്ത ടാങ്ക് ടോപ്പാണ്. അതും അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇതും ഇട്ടിട്ടേ ഉള്ളൂ, ഈ ഒരു ബനിയൻ, ഇത്രേ ഉള്ളൂ. പിന്നെ ഇതൊരു പാൻറ്, ഇതിൻ്റെ അടിയിൽ എൻ്റെ വേറൊരു പാൻറ് ഉണ്ട്. അത് മറ്റേ ഒരു പാൻറ് ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, കുറച്ച് ടൈറ്റ് ആയിട്ടിരിക്കുന്ന പാൻറ്റാണ്. അപ്പം അത് പാൻറ്റല്ല, ലൈക്ക് ഈ സ്പോർട്സ് വെയർ പോലത്തെ. അപ്പം അതും ഇത്രേ ഉള്ളൂ. അപ്പം അത്രയും കംഫർട്ടബിളാണ്. പിന്നെ ഒരു സോക്സ് ഇട്ടിട്ടുണ്ട്, ഒരു ഷൂ കൂടി ഇട്ടാൽ ഞാൻ റെഡി. പിന്നെ ഒരു ജാക്കറ്റ് എടുത്തിട്ടാൽ മതി മേളിൽ. യെസ്, അപ്പം ഡ്രസ്സ് ഊരാനും ഇടാനും എളുപ്പത്തിന്. കാരണം കുറച്ച് ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത്. കിട്ടുവാണെങ്കിൽ എടുക്കണം, അതുകൊണ്ട്. ആൻഡ് കുറച്ച് പേര് എൻ്റെ അടുത്ത് പേഴ്സണലി എൻ്റെ മൂക്കിൻ്റെ ഇതും ഹീലിങ്ങിൻ്റെ ഇതും അതുപോലെ ടാറ്റൂവിൻ്റെ ഇതും ചോദിച്ചിട്ടുണ്ടായിരുന്നു, റേറ്റും കാര്യങ്ങളൊക്കെ. ടാറ്റൂവിന് ഇവിടെ ആയത്, ഈ ടാറ്റൂവിന് എനിക്ക് 100 യൂറോയാണ് ഈ ടാറ്റൂവിനായത്. കണ്ടോ, ഇതാണ് എൻ്റെ ടാറ്റൂ. അപ്പം ഇതൊക്കെ ഓൾറെഡി ഹീലായിട്ട്, ഇതിനൊന്നും എനിക്കൊരു പ്രശ്നമില്ല. അവൻ എൻ്റെ അടുത്ത് ടാറ്റൂ ചെയ്ത അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്രീമോ എന്തോ സാധനം തേക്കണമെന്ന് പറഞ്ഞു. ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ തേച്ചില്ല. അല്ലാണ്ട് ഞാൻ നോക്കിയായിരുന്നു, വേറെ ഒന്നും ഞാൻ എക്സ്ട്രാ സോപ്പ് ഇട്ട് വരയ്ക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല. കുളിക്കുമ്പോഴൊക്കെ ആണെങ്കിലും മാക്സിമം ചൂടുവെള്ളമൊന്നും ഈ ഒരു ഭാഗത്തേക്ക് ആക്കാണ്ട് ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹീലായി, എൻ്റെ വേഗം തന്നെ ഹീലായി. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എൻ്റെ ആ സ്കിന്ന് പോയി. മുകളിലൊരു സ്കിൻ ഉണ്ടാവും, ആ സ്കിന്ന് പോകും നമ്മുടെ. അപ്പോൾ ഇത് സെക്കൻഡ് സ്കിന്നിലാണ് ഇപ്പോൾ പറ്റി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഓക്കെയാണ്, കംപ്ലീറ്റ് അത് ഹീലായി. പിന്നെ മൂക്കിൻ്റെ കേസ്, ഇത് ഹീലായിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ഇടിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു പെയിൻ വരും. അതായത് നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ കുത്തില്ലേ, ഈ ഒരു ഭാഗത്തൊക്കെ കുത്തി കഴിയുമ്പോഴത്തേക്ക് ചെവിയൊക്കെ കുത്തില്ലേ, ആ ഒരു സ്ഥലത്ത് ചെവി കുത്തി കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങുമായിരിക്കും. പക്ഷേ എവിടെയെങ്കിലും കൊണ്ടുവന്ന് താങ്ങിയൊക്കെ കഴിയുമ്പോഴത്തേക്ക്, താങ്ങാന്നാണ് ഞങ്ങൾ പറയണത്, എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ താങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കൊരു പെയിൻ വരില്ല. ആ ഒരു പെയിൻ എപ്പോഴും എനിക്ക് മൂക്കിലുണ്ട്. കാരണം ഇന്നാളൊരു ദിവസം നന്ദു എങ്ങാണ്ട് ജസ്റ്റ് കളിച്ചപ്പോൾ അവൻ്റെ കളിക്കാൻ മീൻസ് ജസ്റ്റ് ഞങ്ങൾ ചുമ്മാ വഴക്കുണ്ടാക്കിയതാണ്, വഴക്കുണ്ടാക്കി കളിച്ചാണ്. അപ്പോൾ ആ ടൈമിൽ അവൻ്റെ കൈ വന്നിട്ട് എൻ്റെ മൂക്കിൻ്റെ അടുത്ത് ഇങ്ങനെ കളിക്കില്ലേ, അങ്ങനെ കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൈ വന്നിട്ട് എൻ്റെ മൂക്കിൻ്റെ ഇടിച്ചു. ഇത് ഈ ഒരു ഭാഗത്തിൻ്റെ ഇടിച്ചു, നല്ല ഇടി അടിച്ചേ. നല്ല ഇടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇടി അടിച്ചേ. ആ ടൈമിൽ എനിക്ക് നല്ല വേന എടുത്തു, ജീവൻ പോണ വേന. അതായത് ഇവിടെയൊക്കെ കുത്തിക്കേണ്ട ആ ഒരു പെയിൻ ഉണ്ടല്ലോ, ആ ഒരു പെയിനായിരുന്നു എനിക്ക്. കുറച്ച് നേരം ഞാൻ മിണ്ടാണ്ടിരുന്നു, കണ്ണീന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി, തന്നെ വരുവാണ്, അത്ര വേന എടുത്തു. ഞാൻ തൊട്ടിങ്ങനെ നോക്കി ചെറിയ പൊറ്റു ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ താങ്ങുമ്പോൾ പെയിൻ ഉണ്ട്, പക്ഷെ അത് ഹീലാണ്. ഇപ്പം എനിക്കിങ്ങനെ കാണിക്കണതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പണ്ടൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ലായിരുന്നു. അവിടെ ഒരു എന്താ പറയുക, അവിടെ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട്
എന്താ പറയുക പഴുക്കും പോലെ സംതിങ് ഒക്കെ വരികയായിരുന്നു. പക്ഷെ പഴുക്കുന്നതല്ല, എനിക്ക് അറിയില്ല അതിൻ്റെ പേരെന്താ പറയുന്നത്. അപ്പം ഇപ്പോൾ ഓക്കെയാണ്, ബാക്കി കാര്യത്തിനൊന്നും ഓക്കെയാണ്, എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ റെഡി ആയിട്ടുണ്ട്, വെയിറ്റ് ചെയ്യുന്നു നന്ദു റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോകും. ആൻഡ് ഗൈസ്, നന്ദുവിനൊരു വണ്ടിയുണ്ട്, മറ്റേ ഈ സ്കൂട്ടറില്ലേ, ആ സാധനം ഞാൻ ഇന്നലെ ഓടിച്ചു. കാരണം എനിക്ക് പേടിയത് ഓടിക്കും. ഒരു പ്രാവശ്യം ഞാൻ ഉരുണ്ടി അടി, പിന്നെ എനിക്ക് പേടിയാണ്. ഒരു പ്രാവശ്യം ഞാൻ സ്പീഡ് കൂട്ടി ഒന്നും പറഞ്ഞ ഒറ്റ പോക്കും പോയി ബ്രേക്ക് ഓടിച്ചപ്പോൾ ഇങ്ങനെ നിൽക്കുകയും ചെയ്തു. അത് പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് വണ്ടി ഓടിക്കാൻ. അല്ല ഇവിടെ ഒന്നും പറ്റിയ ആരുമില്ലല്ലോ. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ അത് ഓടിച്ചു. അപ്പോൾ സോ ഹാപ്പി. ഓരോ കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, അത്രേ ഉള്ളൂ. അപ്പം ഇനി കണ്ണാടിയും വെച്ച് നമ്മൾ ഇറങ്ങുന്നു ഗൈസ്. കണ്ണാടി വെച്ചിട്ട് പോകണോ, കണ്ണാടി വെക്കാണ്ട് പോകണോ? ഇവിടെ കണ്ണാടി ഉണ്ട് കേട്ടോ, അവിടെ ഞാൻ അങ്ങോട്ട് നോക്കുന്നത്. ആൻഡ് വലിയ കുഴപ്പമില്ല, വീട്ടിൽ കൂടെ ഒക്കെ നടക്കുമ്പോഴത്തെ ഒരു ലുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ജാക്കറ്റ് ഇടാനോ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ എന്താണെങ്കിലും ഇറങ്ങട്ടെ, കണ്ണാടി വെച്ചിട്ട് പോവാം. അല്ലെങ്കിൽ കണ്ണാടി വെക്കണ്ട പറ്റില്ല, കണ്ണാടി ശ്രദ്ധിക്കണം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ നഖം ശരിയാക്കിയിട്ടുണ്ട്. കളർ ഒരു സുഖമായില്ല അല്ലേ? പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ ആയിരിക്കുള്ളൂ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കുമല്ലോ നന്ദു. അപ്പം ഇനി ബാക്കിയുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും തുടങ്ങട്ടെ. ഇനി നഖമായിരിക്കും മൊത്തം എൻ്റെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് കുഴപ്പമില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കാണ്ടിരുന്നു. അവിടെ അലൗഡല്ല, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പക്ഷെ കുഴപ്പമൊന്നുമില്ലടാ, നഖം വലിയ കൊലിപ്പൊന്നുമില്ല. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന സെയിം അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. ഒരു സാധനം ഒരു കടയിൽ നിന്ന് കിട്ടിയിട്ടില്ല. വിച്ച് മീൻസ് ആ വീഡിയോ അപ്ലോഡ് ആവുമ്പോൾ 22-ാം തീയതി ആവും. എങ്കിൽ പോലും എന്താ പറയുക, ഒരു സാധനം കിട്ടിയിട്ടില്ല. ജസ്റ്റ് നെയിൽ സെറ്റാക്കി. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറയണേ. എൻ്റെ ഇഷ്ടം നീ പറഞ്ഞിട്ട് ഈ കളർ എടുക്കാം. അപ്പം ഇനി ഞങ്ങൾ ബോയ്സ് സെക്ഷനിൽ വന്നേക്കാണ്. ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും നോക്കട്ടെ. അങ്ങനെ നന്ദുവിൻ്റെ ദുഃഖം മനസ്സിലാക്കി എന്നോണം നമുക്ക് H&Mൽ നിന്നും സാധനം കിട്ടി. എനിക്കൊരു പാൻറ്, 2 ടോപ്പും കിട്ടി. ഞാൻ ഹാപ്പി, എൻ്റെ നഖവും ഹാപ്പി. അപ്പം ഇതാണ് എനിക്കിഷ്ടമായ ഡ്രസ്സ്. വാട്ട് വി ഞങ്ങൾ ക്ലാസ്സിൽ പറയുന്ന വാട്ട് വി നമ്മൾക്ക് H&M എന്ന് കുറച്ച് ഡ്രസ്സ് മാത്രം കിട്ടി. ഞങ്ങൾ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ, ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ഞാൻ ഊജിയപ്പെടുത്തേക്കണോ. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ ഇതിൽ കൂടെ നടക്കുകയാണ്. ഇപ്പം സ്പ്രിങ് ആയതുകൊണ്ട് നല്ലോണം എങ്ങോട്ടോ ഓടണം. അടുത്തടുത്ത് വരാണ്. ഞാൻ പറഞ്ഞില്ലേ ഷൂ കട കയറുള്ളതാണ്. ഞങ്ങളിനി സാറെ പോവാട്ടോ. അന്ന് പോമസ് വെച്ചിട്ടോ. പിന്നെ എന്നാ ചെയ്യണേ, നിനക്കൊന്നും തിന്നാനും പറ്റില്ല. ചെറുക്കൻ എന്നാ KFC കടിച്ചു പറിക്കും വേണം. എന്നതാ നിനക്ക് കട്ടിയായിട്ട് വേണ്ട? വെജിറ്റബിൾസിന് എന്നാ? അങ്ങനെ വിശപ്പിന്റെ വില വന്നപ്പോൾ നമ്മൾ പോമസ് പ്ലസ് മയോണൈസ് കഴിക്കുകയാണ്. അപ്പം ഞങ്ങൾ പ്രിമാർക്കിൽ കയറി ഓരോ സാധനങ്ങൾ തപ്പി തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. തപ്പി നോക്കട്ടെ, ലാസ്റ്റ് ഞാൻ കാണിക്കാം കേട്ടോ. സമയമില്ല, അതുകൊണ്ട് കേട്ടോ. കുറേ സാധനങ്ങൾ ഇനി വാങ്ങാണ്ട്. നമ്മൾ മടുത്തിവിടെ വന്നിരിക്കുകയാണ്. നന്ദുവിന് നടുവേദനയാണ്. ആൻഡ് എൻ്റെ കൈ കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ 9ാം ക്ലാസ്സിൽ പഠിച്ച എന്നെ ഓർമ്മ വന്നു. ഞാൻ 9ാം ക്ലാസ്സിൽ വെച്ചൊരു പച്ച നല്ല മണം എൻ്റെ കൈക്ക് മണത്ത് വയ്ക്കേ. ഏത് സ്പ്രേ പിടിച്ച്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ ഇത്രയുണ്ട്. H&Mൽ പാക്കറ്റ്, ഇനി സാറയിൽ ഒന്നുകൂടെ പോകണം. H&Mൽ പാക്കറ്റ്, പ്രിമാർക്ക് ആൻഡ് വീണ്ടും പ്രിമാർക്ക്, അത്രയും സാധനങ്ങൾ എടുത്തു. ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് ആട്ടോ. അതുകൊണ്ടാണ് ഇനി വാങ്ങാനുള്ള എന്തൊക്കെയാന്തോ. സിഗരറ്റ് എടുക്കുന്നില്ല. സിഗരറ്റ് ഇക്കായും കൊണ്ട് ദുബായിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും എടുത്ത് എടുക്കാൻ പറയാം. കള്ളെടുക്കണം, 3 കുപ്പി കള്ള്. പിന്നെ വീട്ടിലേക്കുള്ള സാധനം, നിസാമിന് ഒരു ഡ്രസ്സ് എടുക്കാനും സാറേ കയറണം. എത്ര ഉള്ളൂ, വേറെ എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി നാട്ടിലേക്ക് ഒരു പർച്ചേസും ഇല്ല അല്ല. എന്തോ എന്നാ അവർക്കൊരു ഉമ്മ കൊടുത്തേ. ഒരു ഉമ്മ കൊടുക്ക അവർക്ക്. എൻ്റെ വ്യൂവേഴ്സിന് നന്ദിൻ്റെ ഒക്കെ ഒരു ഉമ്മ.
അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ ഒരു കടയിൽ എല്ലാ കടയിലും കയറി എല്ലാ ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. കള്ളും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതൊക്കെ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാൻ സമയമില്ല. ആൻഡ് ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ഞാനൊരു ഷവർമ വാങ്ങി കഴിച്ചു. നന്ദു ഒരു ബ്രെഡ് കഴിച്ചുള്ള നന്ദു നന്ദുവിനത് മതി, അതുകൊണ്ട് നന്ദു അത് കഴിച്ചു. ഞാനൊരു ഷവർമ കഴിച്ചു. വലിയ മെച്ചമുള്ള ഷവർമയൊന്നും അല്ല കേട്ടോ. അതായത് പുളിയായിരുന്നു, ഇവിടെ എരിവൊന്നുമില്ല. ചുമ്മാ ഒരു റൊമാലി റൊട്ടി പോലത്തെ ഒരു സാധനം. അതിനകത്ത് ഇച്ചിരി മയണൈസ്, ഭയങ്കര പുളിയുള്ള മയണൈസ്. പിന്നെ ചിക്കൻ പീസസ്, മറ്റേ ചെത്തിയിടക്കുന്ന ചിക്കൻ പീസസ്, അതിന് എരിവില്ല. പിന്നെ ഗൂർക്ക എന്ന് പറയുമ്പോൾ എന്താണ് അതിന് പറയണേ? കുക്കുംബർ മറ്റേ വിനാഗിരിയിലും കണ്ടുവിട്ട സാധനം ഉണ്ട്. അത് ചുമ്മാ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിനെ. പക്ഷേ ഇതിൻ്റെ കൂടെ പുളിയായിരുന്നു. എങ്ങനെ കഴിച്ചു? എനിക്ക് ലാസ്റ്റ് ഒരു കുക്കുംബർ മാത്രം ഉള്ളി കിടക്കണ്ടേ. പിന്നെ ഞങ്ങൾ ഇപ്പം തന്നെ പോവും വീട്ടിലേക്ക്. വീട്ടിൽ പോയിട്ട് ഞാൻ ബാക്കി വാങ്ങിച്ച സാധനങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എൻ്റെ നഖം ഇഷ്ടമായിരുന്നു, കമൻറ്റ് ചെയ്യണേ. നന്ദുവിന് ഇഷ്ടമായില്ല അല്ല നന്ദു? പറ്റൂല, ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ വളരെയധികം സാഹസികമായി വീട്ടിലെത്തിച്ചേർന്നിരിക്കുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഒരു പാടായിരുന്നു ടോട്ടലി. അപ്പോൾ ഈ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കവർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കവറുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഞാൻ ഈ ഫോൺ എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് വെക്കട്ടെ. ഇനി കവറുണ്ട്, ഞാൻ എടുത്തിട്ട് വരട്ടെ. ഓരോ കവർ വഴി കാണിച്ചു തരാം. വീട്ടിലേക്കായിട്ടല്ല, കംപ്ലീറ്റ് എനിക്കും ഉണ്ട്, വീട്ടിലേക്കും ഉണ്ട്, ഫ്രണ്ട്സിനും ഒക്കെ ഉണ്ട്. നൊസ്റ്റാളജിയായി വറക്കാൻ വേണ്ടിയിട്ട് ഒരു വെള്ളം ചീറ്റണ തോക്ക് വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിൽ. ഞാൻ ജസ്റ്റ് ബില്ല് പേ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഇരുന്ന വലിയ വില ഒന്നുമില്ല, 2 യൂറോ ഉണ്ടായിരുന്നു, എടുത്തു. പിന്നെ ഇത് എനിക്കൊരു പാൻറ്, ഇതൊക്കെ H&M എന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിനെത്രയായിരുന്നു വില നോക്കട്ടെ. പാൻറ്റിന് 20 യൂറോ. 20 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം 22 യൂറോ എന്ന് പറയുമ്പോൾ 2000. അപ്പം ഏകദേശം 1800 രൂപ അടുത്ത് പാൻറ്റിനായി. നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ഇതിപ്പോൾ ഇവിടെ കിടന്നുകൊണ്ട് കാണിച്ചു തരാം. ഇത് നിസാമിനെടുത്ത, നിസാമിൻ്റെ അനിയനാണ് കേട്ടോ, ചെറുക്കനെടുത്ത്. ഇത് സാറയിൽ നിന്ന് എടുത്ത സാധനമാണ്. ഇതിൻ്റെ വില 45.95. 45.95 എന്ന് പറയുമ്പോൾ ഏകദേശം 45 യൂറോ എന്ന് പറയുമ്പോൾ എത്രയാണ് നാട്ടിൽ? ഏകദേശം 4500, ഏകദേശം 4500 to 600 ആ ഒരു റേറ്റിൽ ഉള്ള പൈസയുടെ ഉടുപ്പാണ് അത്. അവൻ അറിഞ്ഞാൽ എന്നെ വെട്ടും, അത്രയും പൈസയുടെ എടുക്കണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ കുഴപ്പമില്ല. പിന്നെ ഇത് എൻ്റെ ഒരു ബനിയൻ, ഇതിന് 13 യൂറോ, ഏകദേശം 1100 രൂപ. പിന്നെ ഇതും ഒരു ബനിയൻ. എൻ്റെ ഡ്രസ്സ് മൊത്തം ഞാൻ H&M എടുത്തേക്കുന്നത്, അവൻ്റെ സാറയിൽ നിന്ന്. അതുപോലെ ഇതൊരു ബനിയൻ. ഇതിനെത്രയായിരുന്നു? 4.99, 5 യൂറോ. 5 യൂറോ എന്ന് പറയുമ്പം 500 രൂപയുടെ ഉള്ളിൽ ഇത്രേ ഉള്ളൂ. പിന്നെ ഇതൊരു ബാഗ്. ഇത് ജസീല മാമിക്ക് വേണ്ടിയിട്ടുള്ള ബാഗാണ്. ജസീല മാമി എന്ന് പറയുമ്പോൾ ഉമ്മച്ചിയുടെ ആങ്ങളയുടെ ഭാര്യ. അപ്പോൾ യെസ്, അപ്പനും ഉമ്മച്ചി മാമിക്കുള്ള ബാഗാണ്. എല്ലാവർക്കും ഒന്നും സാധനമൊന്നുമില്ല കേട്ടോ, കുറച്ച് പേർക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് ഞാൻ വീട്ടിലേക്കെന്ന് പറഞ്ഞ് വാങ്ങിച്ചാൽ, കാരണം ഈ ഡ്രസ്സിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പൂടേക്കില്ല. അപ്പോൾ ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇവിടെ കണ്ടപ്പോൾ ജസ്റ്റ് എടുത്തതാണ്. അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാലോ എന്നാലോചിച്ചിട്ട് എടുത്തതാണ്. പിന്നെ ഇത് എനിക്ക് കുറച്ച് മോതിരം വാങ്ങിച്ചു. ഞാൻ കൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞു കാണുമല്ലോ. ഇതെനിക്ക് കുറച്ച് മോതിരം. ഈ കുഞ്ഞു വിരലിൽ പാകാവില്ല, ഈ വിരലിൽ പാകാവുള്ളൂ. ഓക്കെ. പിന്നെ ഇത് എൻ്റെ ഒരു ബോഡി സ്ക്രബ്. എൻ്റെ ബോഡി സ്ക്രബ് തീർന്നിരിക്കുകയാണ്, പക്ഷെ ഇതിന് ഒടുക്കത്തെ മണമാണ്. ഇതൊക്കെ തേച്ചിട്ട് പോയി തന്നെ മണത്ത് കൊല്ലില്ലായിരുന്നു, അതുപോലത്തെ മണം. പിന്നെ ഇത് നന്ദു എൻ്റെ മമ്മിക്ക് വേണ്ടി വാങ്ങിച്ചു തന്ന സ്പ്രേ ആണ്. ഏകദേശം 1000 രൂപ അടുത്തായി ഇതിൻ്റെ വില. താങ്ക്സ് നന്ദു. ചുമാറാണ്. നന്ദു വാങ്ങിച്ചു തന്ന സാധനം ഇത് ഉമ്മച്ചിക്ക്. ആൻഡ് ഇത് ഞാൻ വാപ്പച്ചിക്ക് വേണ്ടി വാങ്ങിച്ച സാധനമാണ്. പിന്നെ ഇത് നാട്ടിലേക്ക് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള ഒരു കുപ്പി.
ഇതും നാട്ടിലേക്കുള്ളൊരു കുപ്പി, ഇതും നാട്ടിലേക്കുള്ളൊരു കുപ്പി. മൊത്തം 3 കുപ്പിയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അതുകൊണ്ട് 3ഉം വാങ്ങിച്ചു. പിന്നെ ഇതെനിക്ക് പേഴ്സണലി വാങ്ങിച്ചാണ്, മറ്റേ മേക്കപ്പ് കളയാനുള്ള സാധനം. എൻ്റെ തീർന്നായിരുന്നു. പിന്നെ ഇത് എൻ്റെ ബാഗ് തന്നെയാണ്, ഞാൻ കവറിലിട്ട് വെച്ചേക്കുന്നതേ ഉള്ളൂ. അത്ര ഒരു അലങ്കോലമാണ് ഗൈസ്. ഇപ്പോൾ ഇതൊന്നുമില്ല. ഇത്ര സാധനമാണോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ? എത്ര രൂപ ചിലവായി? ഇത്ര സാധനമുള്ളോ? ഇത് ഞാൻ കാണിച്ചില്ലായിരുന്നോ? ഇത് ഉമ്മച്ചിയുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ള ബാഗ്. സുബിത, പേര് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. സുബിത എന്നാണ് വിളിക്കണേ. സുബിത എന്നല്ലാണോ എനിക്കറിയാമല്ലോ. അപ്പം അത് ഉമ്മച്ചിയുടെ ഫ്രണ്ടിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ബാഗ്. അപ്പം ഇത്ര ഉള്ളൂ എന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. വേറെ ഒന്നും കാണാനില്ല. ഇതുണ്ടാവുള്ളൂ, കഴിഞ്ഞുള്ളൂ. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇതൊന്നും സാധനങ്ങളൊന്നും പാക്ക് ചെയ്യുന്നത് ഞാൻ പാക്കിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പാക്കിംഗ് വീഡിയോ എക്സ്ട്രാ ആയിട്ട് 22-ാം തീയതി പാക്കിംഗ് വീഡിയോ 12 മണിക്ക് വരും. ആൻഡ് കുറച്ച് ഷോപ്പിംഗ് അതിൻ്റെ അകത്ത് ഉണ്ടാകും. പക്ഷേ അതിനകത്ത് ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടില്ല അന്ന് ഷോപ്പ് ചെയ്യാൻ പോയിട്ട്. പക്ഷേ വീഡിയോ ഉണ്ട്. അപ്പം എല്ലാവരും കാണുക. ആൻഡ് ബൈ ബൈ ഗായ്സ്.